സഹൃദയരായ കലാസ്നേഹികളെ, വെർസറ്റാലിയ ഗവൺമെന്റ് UP സ്കൂളിന്റെ 111ാമത് വാർഷിക ദിനത്തിൽ നിങ്ങളുമായി കുറഞ്ഞ സമയം ഒരു സിമ്പിൾ മാജിക്കൽ മെന്റലിസം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത് ഏറെ സന്തോഷമുണ്ട്. മാജിക്കിന്റെ ഒരു വിഭാഗമായ മെന്റലിസം, മനസ്സ് വായിക്കും. അത് ഈ ഒരു സ്റ്റേജിൽ ഒന്ന് ശ്രമിക്കുകയാണ്. മെന്റലിസം എന്ന് പറയുമ്പോൾ ഇതൊരു 100% വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ശ്രമിച്ചുകൊണ്ട് മാത്തമാറ്റിക്സിലെ ഒരു നമ്പർ മെന്റലിസം ഷോയിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ ഒരു ഐറ്റം അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാനായി ഒരു 4 പേര്, 2 ബോയ്സും 2 ഗേൾസും ഈ ഷോയിലേക്ക് വരണം. 2 boys and 2 girls. മിൻഹ ഫാത്തിമ, ആർജി, ഷെസ ഖദീജാൻജി. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ അക്കങ്ങൾ എഴുതിയ 4 ലോട്ടുകളുണ്ട്. അത് ഞാൻ ഇവർക്ക് കൊടുക്കാൻ, നമ്പറുകൾ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഒന്നെടുക്കുക. പാടില്ല. ആ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയ നമ്പർ ഒന്ന് നോക്കി നിങ്ങളെ മനസ്സിലേക്ക് ആ നമ്പർ എടുക്കുക. ഒരു 4 അക്ക നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അത് നിങ്ങളെ മനസ്സിലേക്ക് എടുത്തു. എല്ലാവർക്കും ആ നമ്പർ ഓർമ്മയുണ്ട്, റൈറ്റ്? ഓർമ്മയുണ്ട്. ഇനി അത് തിരിച്ചു തരിക. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ നമ്പറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി ആ നമ്പറിനെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുക്കാൻ പോവാം. അപ്പോൾ എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കുക. കണ്ണിലേക്ക് ആ നമ്പർ ഇങ്ങനെ മനസ്സിലൊന്ന് പറഞ്ഞു, മനസ്സിൽ മാത്രം ഇങ്ങനെ പറയാം. ആ നമ്പർ മനസ്സിൽ പറയാം. എൻ്റെ കൈക്കൊന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ ആ നമ്പർ മനസ്സിൽ ഇങ്ങനെ പറയാം. ആ നമ്പർ മനസ്സിൽ ഇങ്ങനെ പറയാം. മനസ്സിലിങ്ങനെ പറയാം. കൈക്കൊന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ആ നമ്പർ ചുണ്ടനക്കരുത്, മനസ്സിലിങ്ങനെ പറയാ. യെസ്, മനസ്സിലിങ്ങനെ പറയാ. ആ നമ്പർ ഇങ്ങനെ പറയാ, കൈക്ക് ടച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി ഞാനൊരു നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാണ്, ഒരു 5 അക്ക നമ്പർ. അത് ഞാൻ ബോർഡിൽ എഴുതും. അപ്പം ബോർഡിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്താണ് എഴുതാൻ പോകുന്നത്. പക്ഷെ ആ 5 അക്ക നമ്പറിൽ ഒരു നമ്പറാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുക, ഞാൻ പറയുക. ബാക്കി 4 നമ്പറുകൾ ഇവർ 4 പേരാണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ശ്രദ്ധ ബോർഡിലേക്ക്. നിങ്ങളുടെ ശ്രദ്ധ ആ ബോർഡിലേക്ക് ക്ഷണിക്കുകയാണ്. അതിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1-ാം സ്ഥാനത്തെ അക്കം എസ് നീ പറയണം. 1 to 9, 1 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യയും പറയാം. ഏത് സംഖ്യയും, 1-നും 9-നും ഇടയ്ക്കുള്ള ഏത് സംഖ്യയും പറയാം. 8. ഇതാ ഞാൻ ആ 8 ഇവിടെ എഴുതാൻ പോവാം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തായിരുന്നു മോന്റെ പേര്? മുഹമ്മദ് റസാൻ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. 10-ാം സ്ഥാനത്തെ അക്കം യെസ്, മോടെ പേരെന്താ? ജസ ഖദീജയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 1 to 9 ഏത് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാം? 5 നമ്പർ 10-ാം സ്ഥാനത്തെ അക്കം 5 പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ 100-ാം സ്ഥാനത്തെ അക്കം മോന്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് ഫാദിലാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 1 to 9 എനി നമ്പർ 3 ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിന്റെ 1000-ാം സ്ഥാനത്തെ അക്കം മോടെ പേരെന്താ? മിൻഹ ഫാത്തിമയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എത്രയാ? 4 ആണ് പ്രെഡിക്റ്റ് ചെയ്തത്.
ഇനി അതിൻ്റെ 10,000 സ്ഥാനത്തെ അക്കം, അതാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. നമ്പർ 1. ഇനി ഒരു 5 അക്ക നമ്പർ അവിടെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 4 പേർക്കും ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഞാൻ അതിൻ്റെ മേലെ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, അതിലൊരു നമ്പർ യെസ്, ഓക്കെ, 2688, റൈറ്റ്. ആരെയൊന്നും പറയണ്ട, നിങ്ങൾക്ക് കിട്ടിയേ നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഓക്കെ, റൈറ്റ്. ദ നെക്സ്റ്റ് വൺ. ഓക്കെ, 4211. 4211. പറയണ്ട, നിങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ഓക്കെ, ദെൻ the third number 4212, and the fourth number 3247. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ 4 നമ്പർ ഒന്ന് കൂട്ടി നോക്കുക. ഈ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ശ്രദ്ധയെ ബോർഡിലേക്ക് ക്ഷണിക്കുകയാണ്. ആ 4 നമ്പർ കൂട്ടിയിട്ട് ഈ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്ന് കൂട്ടി നോക്ക്. ശരിയാണോ? കൂട്ടിയിട്ട് ശരിയാണോ? ശരിയാണെങ്കിൽ ഒരു കൈയടിക്കാം. ഓക്കെ, താങ്ക് യു.